Hi all, good morning and welcome back. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ആൻസർ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ 10 മാർക്കിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഒരു ആൻസർ ഷീറ്റ് ഇട്ടുണ്ടായിരുന്നു. ഇതാണ് അതിന്റെ ഒരു രീതി. അതായത് 10 മാർക്കിന് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 സൈഡ് അതന്നെ വലിച്ചു നീട്ടിയിട്ട് ഒന്നുമല്ല കേട്ടോ, വളരെ ക്രിസ്പായിട്ട് എന്നാൽ വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും എങ്ങനെ വരയ്ക്കണം എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിനാണ് ഞാൻ എടുത്ത 3 ക്വസ്റ്റ്യനും എഴുതിയിരിക്കുന്നത്. ഇല്ലുസ്ട്രേറ്റ് ദ സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് ഫങ്ഷൻസ്. With the help of a diagram, describe the structure and function of a spinal cord. Describe the structure and function of spinal cord. ഇത് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യേണ്ട രൂപമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കിക്കേ, സ്പൈനൽ കോഡ് ആണ് നമ്മുടെ ചോദ്യമെങ്കിലും ഈ സ്പൈനൽ കോഡ് എവിടുന്ന് വന്നു എന്നുള്ളതും അതിനൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ബ്രെയിനിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബ്രെയിനിന്റെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇവിടെ ലോബ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്കസ് ദ വേരിയസ് ലോബ്സ്. ലോബ്സ് ചോദിച്ചാലും ഇതേ. ലിങ്ക് ഷെയർ ചെയ്യാം ഫഹീമ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ലോബ്സ് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാം. അതുപോലെ തന്നെ ഫോർ ബ്രെയിനിന്റെ ഭാഗം മാത്രം ചോദിച്ചാലും എഴുതാം. ഫങ്ഷൻ, ഫോർ ബ്രെയിൻ ഒക്കെ ചോദിച്ചാലും നമുക്ക് ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്താണ്? The central nervous system consists of the brain and spinal cord. These are the most important parts of human body. കണ്ടോ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തില് ബ്രെയിനും ഉണ്ട് സ്പൈനൽ കോഡും ഉണ്ട്. ഈ 2 ഭാഗമാണ് ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത്. Okay, they are very delicate structure, hence are protected in bone and covered with the help of meninges. ഈ ബ്രെയിൻ ആയിക്കോട്ടെ സ്പൈനൽ കോഡ് ആയിക്കോട്ടെ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ബോണാലും സ്കള്ളാലും വെർട്ടിബ്രേ അതായത് നട്ടെല്ല് കൊണ്ടും സ്കള്ള് കൊണ്ടും അത് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെനിഞ്ചസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് മെനിഞ്ചസ്? 3 മെംബ്രെയിൻ ആണ്. അതായത് ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കാക്കുന്ന ഒരു 3 മെംബ്രെയിൻ ആണ് മെനിഞ്ചസ് എന്ന് പറഞ്ഞത്. അതില് ഔട്ടർ മോസ്റ്റിന് ഡ്യൂറാമേറ്റർ എന്നും നടുക്കുള്ള മെംബ്രെയിന് അരക്കനോയിഡ് മെംബ്രെയിൻ എന്നും ഉള്ളിലുള്ള പിയാ മാറ്റർ എന്നാണ് വിളിക്കുക. അപ്പൊ ബ്രെയിൻ ആയിക്കോട്ടെ സ്പൈനൽ കോഡ് ആയിക്കോട്ടെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് എഴുതാം? ഈ 3 പോയിന്റ്സ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാം. The central nervous system consists of brain and spinal cord ഉണ്ട്. അത് രണ്ടും ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി ബോഡി ആണ്. വളരെ ഡെലിക്കേറ്റ് ആയതുകൊണ്ട് തന്നെ ബോൺ കൊണ്ടും 3 ലെയർ മെനിഞ്ചസ് കൊണ്ടും പ്രൊട്ടക്റ്റഡ് ആണ്. 3 ലെയർ മെനിഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 3 മെംബ്രെയിൻസ് ആണ്. അത് ഏതൊക്കെ മെംബ്രെയിൻ ആണ്? ഡ്യൂറാമാറ്റർ, അരക്കനോയിഡ് മെംബ്രെയിന്, പിയാ മാറ്റർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ? ഈ ഭാഗം ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. ഓക്കെ, ഇനിയിപ്പം ഫ്രണ്ടൽ ലോബ് ആണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഫോർ ബ്രെയിൻ ആണ്. ഫോർ ബ്രെയിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ 3 പോയിന്റ്സ് എഴുതിയ ശേഷം സബ് മെയിൻ ഹെഡിങ് ആയിട്ട് എഴുതേണ്ടത് എന്താണ്? ഈ സാധനമാണ്. ഞാൻ കൂടെ പറഞ്ഞുതരാം കേട്ടോ. ആണോ? ഇത്രയും എഴുതിയ ശേഷം എന്ത് എഴുതാം? ഫോർ ബ്രെയിൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ 2 പാർട്സ് ആണ് ബ്രെയിനും സ്പൈനൽ കോഡും. അവ ബോൺസ് കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിപ്പെട്ടിരിക്കുന്നു. മെനിഞ്ചസ് എന്നൊക്കെ എഴുതിയ ശേഷം ഫോർ ബ്രെയിൻ ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. The brain has 3 major divisions as forebrain, midbrain and hindbrain. എന്നിട്ട് പിന്നെ ഫോർ ബ്രെയിന്റെ കാര്യങ്ങൾ എഴുതി വെക്കാം. അപ്പൊ വൃത്തിക്ക് നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും. നേരെ മറിച്ച് ലോബ്സ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ ഈ 3 പോയിന്റ്സ് എഴുതിയ ശേഷം എന്താ എഴുതേണ്ടത്? അതൊക്കെ ലോബ്സിന് The fissure or grooves in the cortex divide the cerebral hemisphere into 5 lobes. These are known as temporal lobe, parietal lobe, frontal lobe, occipital lobe, insula. കേട്ടോ, ഫ്രണ്ടൽ ലോബ് ആണ് ചോദിക്കണമെങ്കിൽ
എന്ത് ചെയ്ത് വെക്കാം, വേണമെങ്കിൽ ഈ ഒരു പോയിന്റും കൂടെ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്ന കേട്ടോ. The cortex is the outer covering of the brain that consists of tightly packed neuron. ഈ കോർട്ടെക്സിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, 5 ലോബുകളായിട്ട്: ടെമ്പോറൽ, പറൈറ്റൽ, ഫ്രണ്ടൽ, ഓസിപിറ്റൽ, ഇൻസുലർ. കണ്ടോ? ഏത് ലോബ് ചോദിച്ചാലും ഞാൻ ഇപ്പൊ പഠിപ്പിച്ചത് 3 പോയിന്റ്സിന് ശേഷം ദ കോർട്ടെക്സ് ഇസ് ഔട്ടർ കവറിംഗ് ഓഫ് ദി ബ്രെയിൻ വരെ മതി. ഇത് വേണ്ട. The cortex is the outer covering of the brain. The cortex is divided into 5 divisions or 5 lobes: frontal, temporal, occipital, parietal, and insula. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? വൃത്തിക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടും. ഇനി എല്ലാരും പറഞ്ഞ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എഴുതലെന്ന് മനസ്സിലായോ? ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് സ്പൈനൽ കോഡ് വന്നാല്, ഫോർ ബ്രെയിൻ വന്നാലും, ഏതെങ്കിലും ലോബ് വന്നാൽ എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എഴുതാന്ന് മനസ്സിലായോ? എല്ലാരും പറഞ്ഞേ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരും കേട്ടോ. അതാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ ഫ്രീ ക്ലാസ് ആണെന്ന് വെച്ച് മിണ്ടാതിരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ, സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡ്. The shape of the spinal cord is oval like a cylinder and about 45 centimeter in length in an average person. ഒരു ശരാശരി മനുഷ്യന്റെ സ്പൈനൽ കോഡ് ഓവൽ ഷേപ്പിലാണ്, ഒരു സിലിണ്ടർ പോലെയാണ് ഉള്ളത്. 45 സെന്റിമീറ്റർ ആണ് ലെങ്ത്. അത് സ്പൈനൽ കോളത്തിന്റെ ഉള്ളിലാണ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ട് ഉള്ളത്. ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇൻ ദ സ്പൈനൽ കോളം. The spinal cord is protected by cranial bones and vertebrae that surrounded it. കേട്ടോ, സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാണ്? ഒന്ന് ക്രേനിയൽ ബോൺസ് ആണ്, രണ്ടാമത്തത് വെർട്ടിബ്രേ ആണ്. There is pair of spinal cord. സ്പൈനൽ കോഡ് പെയർ ആയിട്ടാണ്. അത് ഞാനിവിടെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്, എന്നാലും കാണാം. ഷുവർ സെൻഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഞാൻ ഇവിടെ ഇങ്ങനെ ചുമ്മാ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, പെയർ ആയിട്ട് 31 പെയറാണ് ഉള്ളത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? There is pair of spinal nerves attached to spinal cord at 31 different level of the spine. 31 different ലെവലിലായിട്ട് 31 പെയറാണ്. 31 ഡിഫറെന്റ് ലെവലിലായിട്ട് പെയർ. ഈ കുഞ്ഞു സാധനമായിട്ട് ഞാൻ പെയറാക്കി കാണിച്ചിരിക്കുന്നത്. പെയർ ആയിട്ടാണ് സ്പൈനൽ കോഡ് ഇരിക്കുന്നത്. The pair of the nerves, one is attached to the left and other is attached to the right. കണ്ടോ, പിക്ചർ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ഇടതുവശത്തേക്കാണെങ്കിൽ ഒന്ന് വലതുവശത്തേക്കായിട്ടാണ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. It is also slightly tapered at the lower end. ലോവർ എൻഡിലേക്ക് കുറച്ചിങ്ങനെ കൂർത്തിരിക്കുകയാണ്, വാല് പോലെ ഇരിക്കുകയാണെന്നാണ് ടേപ്പേർഡ് എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ ഞാൻ വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. There are 2 places where it bulges. അതായത് സ്പൈനൽ കോഡിന് കുറച്ച് ഒരു ബൾജ് ഉള്ള 2 സ്ഥലം, ഒരു വീർത്തിരിക്കുക എന്ന് പറഞ്ഞൊരു സ്ഥലങ്ങൾ 2 ഉണ്ട്. ഒന്ന് സെർവിക്കൽ റീജിയനിലും രണ്ടാമത്തെ ലംബാർ റീജിയനിലും ആണ്. ഇനി പറയും നോക്ക്, there are 2 deep grooves. ഒരു ചുഴി പോലെയുണ്ട് സ്പൈനൽ കോഡ് ഇൻ ദ മിഡിൽ. അതിനെ ആന്റീരിയർ മീഡിയൻ ഫിഷർ എന്നും പോസ്റ്റീരിയർ മീഡിയൻ സൾസസ് എന്നുമാണ് വിളിക്കുന്നത്. ഇനി നോക്കിക്കേ, there are nerve roots that enter and leave spinal cord. അതായത് സ്പൈനൽ കോഡിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന നെർവ്സും ഉണ്ട്. സ്പൈനൽ കോഡ്, അതായത് ഇപ്പൊ ഒരു സൂചി, ഈ വിരലിന് ഒരു സൂചി കുത്തിയാൽ, സൂചി കുത്തിയിട്ടുണ്ട് എന്ന് സ്പൈനൽ കോഡ് എത്തിക്കുന്ന നെർവ്സ് ഉണ്ട്. സ്പൈനൽ കോഡ് അത് ബ്രെയിനിലേക്ക് കൊടുക്കും. ബ്രെയിൻ പറയും അതൊരു സൂചിയാണ്, കൈ വലിച്ചേക്കെന്ന് പറയും. അപ്പൊ ആ കൈ വലിച്ചേക്കുന്ന മെസ്സേജ് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന, അതായത് സ്പൈനൽ കോഡിലേക്ക് മെസ്സേജ് അങ്ങോട്ട് കൊണ്ടുപോകുന്ന നെർവ്സും ഉണ്ട്. മെസ്സേജ് ബ്രെയിനിൽ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നെർവ്സും ഉണ്ട്. ഇവിടെ ഡോർസൽ നെർവ് റൂട്ട് ഹെൽപ് ടു സെൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ സെൻസറി റിസപ്റ്റേഴ്സ് ടു സ്പൈനൽ കോഡ്. കേട്ടോ, ഇവിടെ കയ്യിൽ കുത്തുമ്പോൾ ഈ സെൻസറി റിസപ്റ്റേഴ്സ് ഇങ്ങോട്ട്, അതായത് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന നെർവിനെ ഡോർസൽ നെർവ് റൂട്ട് എന്നും, വെൻട്രൽ നെർവ് റൂട്ട് ക്യാരീസ് മോട്ടോർ ഇൻഫർമേഷൻ, കൈ വലിക്കാനുള്ള ഇൻഫർമേഷൻ, കുത്തി എന്നുള്ള സെൻസറി ഇൻഫർമേഷൻ ആരാ കൊണ്ടുപോവാ? സ്പൈനലിലേക്ക് ഡോർസലാണെങ്കിൽ കൈ വലിച്ചോളൂ എന്നുള്ള മോട്ടോർ ഇൻഫർമേഷൻ തിരിച്ചാരാ കൊണ്ടുവരാ? വെൻട്രൽ നെർവുമാണ്. 2 നെർവ് റൂട്ട് ഉണ്ട്. ഡോർസൽ അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ വെൻട്രൽ തിരിച്ച് ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്. ഡോർസൽ റൂട്ട് carries sensory information to spinal cord. Ventral root carries motor information from spinal cord to parts of the body.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നും കൂടെ പറയാണ്. സ്പൈനൽ നെർവ്സ് പെയർ ആയിട്ടാണ് കാണുന്നത്. 31 പെയറുകളാണത്. റൈറ്റും ലെഫ്റ്റും ആയിട്ടാണ് കിടക്കുന്നത്. താഴത്തെ കുറച്ച് ടേപ്പേർഡ് ആണ്. 2 സ്ഥലത്ത് ബൾജിങ് ഉണ്ട്, സെർവിക്കൽ റീജിയനിലും ലംബാർ റീജിയനിലും. 2 ഡീപ്പ് ഗ്രൂവ്സ് ഉണ്ട് മിഡിലായിട്ട്. ആന്റീരിയർ മീഡിയൻ ഫിഷർ എന്നും പോസ്റ്റീരിയർ മീഡിയൻ സൾസസ് എന്നുമാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ മെസ്സേജ് സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകുന്ന സെൻസറി ഇൻഫർമേഷൻസ് കൊണ്ടുപോകുന്ന നെർവ് റൂട്ടിനെ ഡോർസൽ നെർവ് റൂട്ട് എന്നും, മോട്ടോർ ഇൻഫർമേഷൻ തിരിച്ച് ബോഡി പാർട്സിലേക്ക് കൊണ്ടുവരുന്ന നെർവ്സിനെ വെൻട്രൽ നെർവ് റൂട്ടും എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറയണേ ഓക്കെ ആണോ എന്നുള്ളത്. ഓക്കെ ആണോ? നൗഫൽ എവിടെ പോയി? എന്ന് മിണ്ടുന്നില്ല. നൗഫൽ മനസ്സിലാവുന്നില്ലേ? നൗഫൽ ഓക്കെ. ഇനി സ്പൈനൽ കോഡിന് 2 ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്. ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും എന്ന് പറയും. ഈ മൈലിനുള്ള ഏരിയ വൈറ്റ് ആയിരിക്കും. മൈലിന് ഒരു ഷൈനിങ് കളർ ഉള്ളതാ, ഷിമ്മർ കളർ പോലെ, ഒരു ഗ്ലിറ്റർ പോലെ. അപ്പൊ മൈലിനുള്ള ഭാഗം വൈറ്റും മൈലിൻ ഇല്ലാത്ത ഭാഗം ഗ്രേയുമാണ്. ഇത് ഞാൻ സിമ്പിൾ ആക്കാൻ വേണ്ടി ഇവിടെ 2 പോയിന്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നർ ഭാഗം ഗ്രേ മാറ്റർ ആണ്. അതിൽ സെൽ ബോഡിയും അൺമൈലിനേറ്റഡ് ആക്സോൺ ആണ്. അൺമൈലിനേറ്റഡ് അതിനെ കൊണ്ടാണ് ഗ്രേ. ഔട്ടർ പാർട്ട് ആണെങ്കിൽ വൈറ്റ് മാറ്റർ ആണ്. അതിൻ്റെ ഉള്ളിൽ മൈലിനേറ്റഡ് ആക്സോൺസ് മാത്രമാണ്. കണ്ടോ? വളരെ സിമ്പിൾ ആണ്. സ്പൈനൽ കോഡ് കംപ്രൈസസ് ഓഫ് 2 ഡിഫറെന്റ് ഏരിയാസ്, namely grey matter and the white matter. The inner core H ഷേപ്പിലാണ് അത് ഉണ്ടാവുക. കംപ്രൈസസ് ഓഫ് ഗ്രേ മാറ്റർ. അകത്ത് ഗ്രേ മാറ്റർ ആണ്. ആൻഡ് ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രേ മാറ്ററിനുള്ളിൽ എന്താണ്? സെൽ ബോഡിയും അൺമൈലിനേറ്റഡ് ഇന്റർന്യൂറോൺസും ആണ്. നേരെ മറിച്ച് സറൗണ്ടിങ് ഏരിയ വൈറ്റ് മാറ്റർ ആണ്. അതില് മൈലിനേറ്റഡ് ആക്സോൺസ് ആണ്. സിമ്പിൾ ആയിട്ട് പറയാം, സ്പൈനൽ കോഡിന് 2 ഏരിയാസ് ആണുള്ളത്, വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും. സ്പൈനൽ കോഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നർ ഭാഗം ഗ്രേ മാറ്റർ ആണ്. അതിൽ സെൽ ബോഡിയും അൺമൈലിനേറ്റഡ് ആക്സോണുമാണ് ഉള്ളതെങ്കിൽ ഔട്ടർ പാർട്ട് വൈറ്റ് മാറ്റർ ആണ്. അതിൽ മൈലിനേറ്റഡ് ആക്സോൺസ് ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സ്ട്രക്ചർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ സ്പൈനൽ കോഡ് എന്താണെന്ന് എഴുതി, ഇൻട്രഡക്ഷൻ കൊടുത്തു, സ്പൈനൽ കോഡ് ഷേപ്പും കാര്യങ്ങളൊക്കെ എഴുതി, അതിന്റെ സ്ട്രക്ചറിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി. ഇനി നമ്മൾ പോകുന്നത് ഫങ്ഷൻ ഓഫ് സ്പൈനൽ കോഡാണ്. ഈ ഫങ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും സിമ്പിൾ റെഫ്ലെക്സസ് ആണ്. ഇപ്പൊ ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോ കൈ വലിക്കും, പെട്ടെന്ന് കേൾക്കുമ്പോ ഞെട്ടുക, അല്ലെ? ഇതൊക്കെ ഇപ്പൊ ഞെട്ടിക്കൽ ബിരിയാണി. സ്പൈനൽ കോഡ് ഉള്ളവർക്കേ അത് കിട്ടുള്ളൂ, ഞെട്ടല്. അപ്പൊ സ്പൈനൽ കോഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സിമ്പിൾ റിഫ്ലെക്സസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ബോഡി. ഒരു കുത്താവുന്നത്, നിങ്ങൾ മുഖം വലിക്കുന്നത്, ഇതാവുന്നത് ഒക്കെ എന്താണ്? സിമ്പിൾ റിഫ്ലെക്സ് ആണ്. The neurons of spinal cord are responsible for sending information received from brain to the muscles and other glands of the body. കണ്ടോ? ന്യൂറോൺസ്, അതായത് സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലേക്ക് മെസ്സേജ് എത്തും. ബ്രെയിൻ തിരിച്ച് ഗ്ലാൻഡ്സിലേക്കും മസിൽസിലേക്കും ഒക്കെ മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. കൈ വലിച്ചോ, കാല് വലിച്ചോ, ഓടിക്കോ, ഞെട്ടിക്കോ എന്നൊക്കെ. It integrates the information coming and going from the brain and other regions of the body. കണ്ടോ? അങ്ങോട്ട് പോകുന്ന ഇൻഫർമേഷനും ഇങ്ങോട്ട് വരുന്ന ഇൻഫർമേഷൻ ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് സ്പൈനൽ കോഡ് വഴി, കയ്യിൽ നിന്ന് ഒരു സൂചി കയ്യിൽ കുത്തിയ മെസ്സേജ് കയ്യിൽ നിന്ന് നേരെ സ്പൈനൽ കോഡ് വഴി ബ്രെയിനിലേക്ക് പോകും. ബ്രെയിൻ പറയും അതൊരു സൂചിയാണ്, കൈ വലിച്ചേക്കും. ആ മെസ്സേജ് വീണ്ടും സ്പൈനൽ കോഡ് വഴി കയ്യിലേക്ക് പോകും. കൈ നമ്മൾ വലിക്കും. സെൻസറി മെസ്സേജ് ടു ബ്രെയിൻ, motor message to body parts. Spinal cord also functions as reflex center ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്, as it take care of the ascending and descending tract to the from and to spinal cord. ഇവിടെ അസെൻഡിങ് ട്രാക്ട് ഉണ്ട്, ഡിസെൻഡിങ് ട്രാക്ട് ഉണ്ട്. ഇതിന്റെ പേരുകൾ കുറച്ച് ട്വിസ്റ്റിംഗ് ആണ്, ബട്ട് പഠിച്ച നന്നായിരിക്കും. അസെൻഡിങ് ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഡോസൽ റൂട്ട് പോലെ തന്നെ ടേക്ക് ഇമ്പൾസസ് ടുവേർഡ്സ് ദ ബ്രെയിൻ, ബ്രെയിനിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് അസെൻഡിങ് ട്രാക്ട് എന്നും, ഡിസെൻഡിങ് ട്രാക്ട് ക്യാരി ഇമ്പൾസസ് ഫ്രം ദ ബ്രെയിൻ, ബ്രെയിൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, എന്നിട്ട് സ്പൈനൽ കോഡിലും അതർ മസിൽസിലും കൊടുക്കുന്നതാണ് ഡിസെൻഡിങ് ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പം 4 അസെൻഡിങ് ട്രാക്റ്റും 4 ഡിസെൻഡിങ് ട്രാക്റ്റും ഉണ്ട്. ഇത് ഫങ്ഷൻസ് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പേരെങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഫങ്ഷൻസും കൂടി പഠിക്കണം എന്നാണ് കേട്ടോ. ഏതൊക്കെയാണ് 4 മേജർ അസെൻഡിങ് ട്രാക്ട്? ഫസ്റ്റ് വൺ ലാറ്ററൽ സ്പൈനോ തലാമിക് ട്രാക്ട് ആണ്. പെയിന്, ടച്ചും ടെമ്പറേച്ചറും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് നിങ്ങൾക്ക് പെയിൻ വന്നാൽ അത് ബ്രെയിനിലേക്ക് എത്തിക്കുക, ലാറ്ററൽ സ്പൈനോ തലാമിക് ട്രാക്ട് ആണ്. നിങ്ങൾക്ക് ടച്ച് വന്നു, ആരോ നിങ്ങൾ തൊട്ടാൽ അത് അറിയിക്കുക, ലാറ്ററൽ സ്പൈനോ തലാമിക് ട്രാക്ട് ആണ്.
ഓക്കെ, അടുത്താണ് ആന്റീരിയർ സ്പൈനോതലാമിക് ട്രാക്ട് ഇൻവോൾവ് ഇൻ ക്രൂഡ് ടച്ച്. ഭയങ്കര ക്രൂഡ് ആയിട്ടുള്ള ടച്ച്, പ്രഷർ, നിങ്ങൾ ആരെങ്കിലും പ്രഷർ ചെയ്യുമ്പോഴൊക്കെ അത് ബ്രെയിനിലേക്ക് കൊണ്ടുപോവുക ആന്റീരിയർ സ്പൈനോതലാമിക് ട്രാക്ട് ആണ്. ഇനി ഫോസിക്കൽ ഗ്രാസിലിസ് ഉണ്ട്, ക്ലാസിക്കൽ ഗ്രാസിലിസ് ഇൻവോൾവ് ഇൻ ടച്ച് ആൻഡ് കോൺഷ്യസ് കൈനസ്തീഷ്യ. കോൺഷ്യസ് ആയിട്ടുള്ള കൈനസ്തീഷ്യ ടച്ചിനൊക്കെ കൊണ്ടുപോകുന്നത് ക്ലാസിക്കൽ ഗ്രാസിലിസ് ആണ്. ഇനി ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനോസെറിബെല്ലാസ് ട്രാക്ട് ഉണ്ട്, അത് സബ് കോൺഷ്യസ് ആയിട്ടുള്ള, കോൺഷ്യസ് കൈനസ്തീഷ്യ ക്ലാസിക്കൽ ഗ്രാസിലിസ് ആണെങ്കിൽ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ടുള്ള കൈനസ്തീഷ്യ കൊണ്ടുപോകുന്നത് ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സ്പൈനോസെറിബെല്ലസ് ട്രാക്ട്. ഇനി മേജർ ഡിസെൻഡിങ് ട്രാക്റ്റിലേക്ക് വരുമ്പോഴേക്കും ലാറ്ററൽ ആന്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട് ഉണ്ട്, ഇൻവോൾവ് ഇൻ വളണ്ടറിങ്, അറിഞ്ഞുകൊണ്ടുള്ള മൂവ്മെന്റ്. ഞാനിപ്പോ അറിഞ്ഞുകൊണ്ട് എണീച്ചിട്ട് നടക്കാണ്, അത് വളണ്ടറി മൂവ്മെന്റ് ആണ്. നേരെ പക്ഷെ അറിയാവുന്ന ഞെട്ടിപ്പോകുന്നത് ഇൻവളണ്ടറി മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ മസിൽ കൺട്രാക്ഷൻ ഓഫ് ഹാൻഡും ഫീറ്റും ഒക്കെ നിയന്ത്രിക്കുന്ന ഡിസെൻഡിങ് ട്രാക്ട് ആണ്. അതായത് അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഡിസെൻഡിങ് ട്രാക്ട് ആണ് ലാറ്ററൽ ആൻഡ് ആന്റീരിയർ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്ട്. ഇനി മീഡിയൽ റെറ്റിക്കുലർ സ്പൈനൽ ട്രാക്ട് ഉണ്ട്, ഇൻഹിബിറ്ററി ഇൻഫ്ലുവൻസ് ആണ് മോട്ടോർ ഫംഗ്ഷൻ. മോട്ടോർ ഫംഗ്ഷൻ ഇൻഹിബിറ്റ്, ചിലയിടത്ത് നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യും. ഇപ്പം ചെറിയ കൊതുക് വന്നിരുന്നു, നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമുക്ക് സമയമില്ല, അപ്പം ഇൻഹിബിറ്റ് ചെയ്യും. വേണ്ട, അവളെ കൈയെടുത്ത് തട്ടണ്ടാന്ന് ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് മീഡിയൽ റെറ്റിക്കുലർ സ്പൈനൽ ട്രാക്ട് ആണ്. അത് കൂടാതെ ലാറ്ററൽ റെറ്റിക്കുലർ സ്പൈനൽ ട്രാക്റ്റും ഉണ്ട്, റൂബ്രോ സ്പൈനൽ ട്രാക്റ്റും ഉണ്ട്. ഇങ്ങനെ 4 മേജർ ഡിസെൻഡിങ് ട്രാക്ട് ആണ് ഉള്ളത്. ഈ രണ്ടെണ്ണത്തിന്റെ ഫംഗ്ഷൻ ഞാൻ എഴുതിയില്ല, കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. പക്ഷേ ഈ 6 എണ്ണത്തിലേക്ക് നന്നായിട്ട് ഇനി ബാക്കി 2 എണ്ണത്തിന്റെ പേര് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ മൊത്തം 8 ട്രാക്ട് ആണ്, 4 അസെൻഡിങ്. അസെൻഡിങ് എന്താണ്? ഇമ്പൾസ് ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്. ഡിസെൻഡിങ് എന്താണ്? ബ്രെയിനിൽ തിരിച്ച് മസിൽസിലേക്കും ബോഡി ഗ്ലാൻഡ്സിലേക്കും എത്തിക്കുന്നത് ഡിസെൻഡിങ് ട്രാക്ട്. മേജർ അസെൻഡിങ് ട്രാക്ട്സ് ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്ട്, anterior spinothalamic tract, fasciculus gracious, anterior and posterior spinocerebellus tract. Major descending lateral and anterior corticospinal tract, medial reticulospinal tract, lateral reticulospinal tract, rubrospinal tract. Spinal cord also serves as a reflex center for many reflexes. It is the center of reflex arc wherein the incoming sensory impulses are converted to outgoing motor impulse. കണ്ടോ, ഒരു റിഫ്ലക്സ് സെന്റർ ആണ്. ഇൻകമിംഗ് ആയിട്ട് സെൻസറി ആയിട്ടുള്ള, അതായത് പിന്നെ കുത്തി എന്നുള്ള ഇൻകമിംഗ് വരുന്നു, ഔട്ട് ഗോയിങ് കൊടുക്കാണ്, കൈ വലിച്ചേക്കൂ. ഇൻകമിംഗ് സെൻസറി ഇമ്പൾസസ് കൺവേർട്ടഡ് ടു ഔട്ട് ഗോയിങ് മോട്ടോർ ഇമ്പൾസ്. ഇതാണ് സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ. മെയിൻ ആയിട്ട് നോക്കുന്ന റിഫ്ലക്സ് സെന്റർ ആണ്. 4 അസെൻഡിങ് ട്രാക്റ്റും 4 ഡിസെൻഡിങ് ട്രാക്റ്റും ഉണ്ട്. ഇൻകമിംഗ് സെൻസറി ഇമ്പൾസസ് ആർ കൺവേർട്ടഡ് ടു ഔട്ട് ഗോയിങ് മോട്ടോർ ഇമ്പൾസസ്. ഇതാണ് വരയ്ക്കേണ്ട രൂപം. സിമ്പിൾ ആട്ടോ, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു പോവാ. ലാസ്റ്റ് വരുന്ന സമയത്ത് ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് നീട്ടി വരയ്ക്കണേ. ചുമ്മാ കാണിച്ചെന്നു. ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 7 ക്രേനിയൽ വെർട്ടിബ്രേ, 12 തൊറായിക് വെർട്ടിബ്രേ, 5 ലംബാർ, പെൽവിക്. അതടക്കം 19, 5, 24, 29, 30, 31 ഉണ്ട്. ആ താഴേക്കാണ് വരുന്നത്, അതിൽ കാണിക്കാൻ വേണ്ടി പറ്റായിട്ടാണ് കേട്ടോ. മൊത്തം 31 പേരാണ്. ഓക്കെ ആണോ? ഇത് വരയ്ക്കാൻ സിമ്പിൾ അല്ലേ? ഓക്കെ ആണോ? പറഞ്ഞേ, എല്ലാരും ഒന്ന് പറയാമോ? അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് നമ്മളൊരു ആൻസർ എഴുതേണ്ടത്. എപ്പോഴും വൃത്തിക്കൊരു, ഇപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തെങ്കിൽ നമുക്ക് എന്തായി, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാലും ഇതേ ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത് എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇന്ന് ശനിയാഴ്ച ആണ്, വർക്കിംഗ് ഡേ ആയിരിക്കില്ല. നിങ്ങൾക്ക് 16-നല്ലേ നമ്മുടെ ചൊവ്വാഴ്ചയല്ലേ നമ്മുടെ 102? യെസ്. അപ്പൊ ചൊവ്വാഴ്ച ആവുന്നെങ്കിൽ മെയിൻ 2 റിവിഷൻ ഞാൻ എടുത്തതുണ്ട്. ന്യൂറോണും ഡിസോർഡേഴ്സും ഒക്കെ പറയുന്ന ആ വീഡിയോസ് കാണാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസിലാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നാളെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്പെറിഡ് എക്സ്പെരിമെന്റ്, സ്പ്ലിറ്റ് ബ്രെയിൻ ഒക്കെ ആയിരിക്കും. അപ്പം ഇതിന്റെ കൂടെ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ 50 മാർക്കിനുള്ളതും ഞാൻ ഷുവറാക്കി തരാം.
ഓക്കെ ആണല്ലോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ? ഡീപ്ലി ഡിസ്കസ് ചെയ്ത് ഇനി ഇത് സിമ്പിൾ ആയിട്ട് പഠിച്ചൂടെ? പറഞ്ഞേ. യെസ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഈ ആൻസർ നന്നായിട്ട് പഠിക്കുക. അതുകൂടാതെ എന്റെ മറ്റ് 2 റിവിഷൻ ക്ലാസ്സുകൾ കൂടി കാണാം. അതിന്റെ ആൻസേഴ്സും ഇതുപോലെ ഒരു 5 പേജിലേക്ക് എന്നുള്ള രീതിയിൽ ചുരുക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മളെ അടുത്ത് എന്താവും, ഒരു നോട്ട് ഉണ്ടാവും. ആ നോട്ടിലേക്ക് മാത്രം ഫോളോ ചെയ്ത് പോയാൽ മതി. നിങ്ങൾക്ക് റിവിഷൻ ക്വസ്റ്റ്യൻസ് കിട്ടുന്നെങ്കിൽ ഫഹീമ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, ഈ ടേം ഒക്കെ എങ്ങനെ ഓർത്തിരിക്കാനാണ്? സിമ്പിൾ ആണ്, എഴുതി പഠിച്ചാൽ മതി. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എഴുതി പഠിക്കുക. ആദ്യം അസെൻഡിങ് 4 എണ്ണം മാത്രം പഠിക്കും, 2 എണ്ണം പഠിക്കും, പിന്നെ 2 എണ്ണം പഠിക്കും, 4 എണ്ണം പഠിക്കും, പിന്നെ ഡിസെൻഡിങ് പഠിക്കും, പിന്നെ ഡിസെൻഡിങ് കൂടി പഠിക്കും. എഴുതി പഠിക്കുക തന്നെയാണ് ഫിസിയോളജിയിൽ ചെയ്യാനുള്ളത്, ബയോസൈക്കോളജിയിൽ ചെയ്യാൻ വേറെ ഒന്നുമില്ല. റിവിഷന്റെ ലിങ്ക് ഞാൻ അയച്ചുതരാം. ഇനി റിവിഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ യൂട്യൂബ് പോവാ, സൈക്വസ്റ്റ BPCC 102 ക്വസ്റ്റ്യൻസ് എന്നോ അല്ലെങ്കിൽ റിവിഷൻ എന്നോ ടൈപ്പ് ചെയ്താൽ കിട്ടും. ഇമ്പോർട്ടൻ്റ് അടിച്ചാൽ തന്നെ വരും. 2 ക്ലാസ്സസ് അതിലുണ്ട്. ഞാനിപ്പോ ലിങ്ക് ഒന്നും കൂടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. റെക്കോർഡിംഗ് ക്ലാസ്സസ് നമ്മുടെ സ്റ്റുഡൻസിന് ആപ്പിലാണ് അവൈലബിൾ ആക്കുന്നത്. ഇപ്പൊ പണ്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളത് നമ്മുടെ ആപ്പിലുണ്ടോ? ഉണ്ട്. നമ്മുടെ ആപ്പില് എല്ലാം അപ്ഡേറ്റഡ് ആണ് കേട്ടോ. ഇപ്പൊ ഇതും വരും, നമ്മുടെ സ്റ്റുഡൻസിനെല്ലാം വരുന്നതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോ റിവിഷനൊക്കെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടാവുന്നതാണ് കേട്ടോ. എല്ലാ സബ്ജക്റ്റും ഇപ്പൊ നമ്മൾ മെയിൻ ഫോക്കസ് കൊടുക്കുന്നത് 102ലാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ എക്സാമിനനുസരിച്ച് നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കുന്നതാണ്. 102 കുറച്ച് സമയം എടുത്ത് പഠിക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ ഇതിൽ ഇരുന്ന് ഈ ആൻസർ ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം നന്നായിട്ട് പഠിക്കാം. Hope the session was productive and informative. അടുത്തൊരു സെഷനുമായി നമ്മൾ നാളെ കാണും. അതൊരു signing off. Bye-bye. Take care. ബ്രെയിനിന്റെ ലോബ്സിന്റെ ഒക്കെ ഫ്ലോ ചാർട്ട് വേണ്ടവരെന്നൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ലോബ്സിന്റെ ഒക്കെ ഒരു ഇതുപോലത്തെ നോട്ട്സ് ഒന്ന് കിട്ടിക്കാണത് നല്ല സുഖമുണ്ട് പഠിക്കാന്. തരാം. എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാവോ? ഗ്രൂപ്പിൽ വീണ്ടും ഇടണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അയച്ചത്. ഓക്കെ. ശരി.